ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടെ അഞ്ജലി വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ പോയി സംഭാരവും നാരങ്ങാച്ചാറൊക്കെ കഴിക്കുന്നുണ്ട്. ആ സമയത്ത് മനോരമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് മരുമോളെ ഇത് എത്രയാണ്, 3ഓ 4ഓ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് 5ആണ് കേട്ടോ. എന്നിട്ട് വെറുതെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ ചിരിച്ചു നിൽക്കാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിക്ക് ഒരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ എൻ്റെ അനിയനാ കാണിച്ചത്. ഞാൻ എന്ത് കാണിച്ചു? അയ്യോ, ഒന്നും കാണിച്ചില്ലേ? ഇതുവരെ ഹോളി ആഘോഷിക്കാത്തവൻ ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തത്? ആ വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി കാണിച്ചു കൊടുക്കാണ് അശ്വിന് വേണ്ടി. ഇതുവരെ ഒരു ഹോളി പോലും ആഘോഷിക്കാത്തവന് ഡ്രിങ്ക്സ് ഉള്ളിൽ ചെന്നപ്പോൾ എല്ലാതും പുറത്തേക്ക് വന്നില്ലേ? ഇത് എല്ലാവരും നോക്കുന്നു പറഞ്ഞിട്ട് മനോരമയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും മോഹനനും മനോരമയും കൂടി കാണുക കേട്ടോ. എന്നിട്ട് മനോരമ പറയുന്നുണ്ട്, ഇത് അശ്വിൻ ബേബിയാന്ന് ബിലീവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, എന്ത് രസാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അശ്വിന് ദേഷ്യം പിടിക്കാട്ടോ. ചേച്ചി, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യ്. ഇല്ല, ചേച്ചിയോട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഫോണിൽ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ ഞാൻ എടുക്കും, അതെനിക്ക് എപ്പോഴും ഓർത്ത് വെക്കാനാണ് ഞാൻ സേവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അനിയ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ. ആ സമയത്ത് മോഹനൻ ചോദിക്കുന്നുണ്ട്, അല്ല കുറച്ചു നേരമായിട്ട് നീയും ശ്രുതിയും ഇത് എവിടെയായിരുന്നു? അപ്പം അശ്വിൻ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ എവിടെയായിരുന്നു എന്നുള്ള കാര്യം. എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അശ്വിനാണെങ്കിൽ മുകളിലേക്ക് കയറി പോവാണ്. തുടർന്ന് നമ്മുടെ മനോരമയാണെങ്കിൽ മുഖത്തുള്ള ആ ചായ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജലി ബേബിയോട് അപ്പോഴേ പറഞ്ഞതാ, ഈ കളറൊന്നും എൻ്റെ മുഖത്ത് തേക്കല്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ് തണുത്ത വെള്ളം കൊണ്ട്. ആൻറ്റി, ചൂടുവെള്ളം കൊണ്ട് അത് തുടച്ചാൽ പോവില്ല, ഇത് തണുത്ത വെള്ളം, അതുകൊണ്ട് തുടച്ചാൽ പെട്ടെന്ന് പോകും. എൻ്റെ അമ്മായിയും പറഞ്ഞു തന്ന ടിപ്പാ. ഓഹോ, അവർ പറഞ്ഞ ടിപ്പല്ല, തട്ടിപ്പാണ്, എനിക്കെങ്ങും വേണ്ട, കൊണ്ടുപോ അവിടുന്ന് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് മോഹനൻ വരികയാണ്. ഇതേ മോഹനേട്ടാ, എൻ്റെ മുഖത്തുള്ള കളറ് പോകുന്നുണ്ടോ എന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ മോഹനൻ പറയുന്നുണ്ട്, അല്ല മനോരമ, നിന്റെ മുഖത്ത് അലർജി ആണെന്ന് തോന്നുന്നു, നിറയെ കുരുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും മനോരമ കണ്ണാടി എടുത്ത് നോക്കാൻ കേട്ടോ. ആഹാ, എൻ്റെ മുഖത്തൊക്കെ അലർജി വന്നു, അതിനി പോകുമ്പോൾ സ്കിന്ന് വരെ ഇളകി പൊളിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ എന്ത് ചെയ്യും മോഹനേട്ടാ? നീ ഒരു ഡോക്ടറെ പോയി ചെന്ന് കാണ്, അല്ലെങ്കിൽ നിന്റെ കയ്യിലുണ്ടല്ലോ അലർജിയുടെ മരുന്ന്, അതെടുത്ത് കഴിക്ക്. ഞാൻ പൊന്നു പോലെ കൊണ്ടു നടന്ന ഫേസാ, അയ്യോ എന്നൊക്കെ പറഞ്ഞ് കരയാണേ. ആൻറ്റി, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയേ, കടലമാവിൽ പാലൊഴിച്ച് ഇളക്കിയതാണ്, ഇത് മുഖത്ത് തുടച്ചാൽ പെട്ടെന്ന് ആ കളറൊക്കെ ഇളകി പോകുമെന്ന് പറയട്ടോ. അപ്പോൾ മനോരമയ്ക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാമെന്നുണ്ടേ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നേരത്ത് നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, ഇത് തേച്ചാൽ മുഖത്തെ ഗ്ലോയും കൂടും എന്ന് പറയുമ്പോൾ മോഹനം പറയുന്നുണ്ട്, അതൊന്ന് പരീക്ഷിച്ച് നോക്കും മനോരമ എന്നാൽ. അപ്പോൾ പ്രീതിയുടെ അടുത്ത് നിന്ന് അത് വാങ്ങുന്നുണ്ട്. പ്രീതി ചോദിക്കും, ആൻറ്റി, ഞാൻ പുരട്ടി തരണം? നോ, നീ ഇപ്പം അങ്ങനെ എൻ്റെ മുഖത്ത് വൈറ്റ് വാഷ് ചെയ്ത് പഠിക്കണ്ട, യു ഗോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാട്ടോ. എന്നിട്ട് മോഹനനോട് ചോദിക്കുന്ന, ഗ്ലോ കൂടുമെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കല്ലേ മോഹനേട്ടാ? ആ, നീ പരീക്ഷിക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും അതെടുത്ത് തേച്ചോണ്ടിരിക്കുകയാണേ. അപ്പൊ മോഹനൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്താ ഇത്ര നോക്കിക്കൊണ്ടിരിക്കാൻ, ഇവിടെ നിന്നൊന്നും പൊക്കൂടെ എന്ന് പറഞ്ഞിട്ട് മോഹനനെയും പറഞ്ഞയക്കാട്ടോ. തുടർന്ന് നമ്മുടെ ശ്യാം വരുന്ന സമയത്ത് ശ്രുതി അങ്ങ് പോവാണ്. അപ്പൊ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട്, ശ്രുതിക്കുട്ടി നോർമലായോ? അപ്പൊ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. എന്തായാലും നീ ഡ്രിങ്ക്സ് കഴിച്ചോണ്ട് എനിക്ക് ഗുണമുണ്ടായി, എങ്ങനെയാണ് അശ്വിനെ കല്യാണം കഴിച്ചതെന്ന് അറിയാൻ പറ്റിയല്ലോ. അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, ഈശ്വര ഇതൊക്കെ ഞാൻ പറഞ്ഞോ എന്നുള്ള ഭാവത്തിൽ നിൽക്കാട്ടോ. നിന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടാണ് അല്ലേ അവൻ കല്യാണം കഴിച്ചത്, അല്ലാതെ നിനക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അല്ലേ? എന്തിനാ അവൻ നിർബന്ധിച്ചത്? നീ നല്ല ബോധത്തോടെ എനിക്ക് പറഞ്ഞതാ. എന്തിനാ നിന്റെ ചേച്ചിയുടെ ജീവിതം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്? വഴിമാറ്, എനിക്ക് പോണം. ഇപ്പൊ നീ പോയിക്കോ, എങ്കിലും എനിക്കത് പറഞ്ഞു തരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങ് പോവാണേ. എന്നിട്ട് ശ്യാം അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ അശ്വിൻ അവളെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. എന്തിനു വേണ്ടിയായാലും എൻ്റെ പ്രതീക്ഷ കൈവിടാറായിട്ടില്ല. അല്ലേലും ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ വഴി മാറാൻ പറഞ്ഞവൾ നാളെ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ റൂമിലേക്ക് എത്താണ്. അശ്വിനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് മുഖത്തെ ചായയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ശ്രുതിയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് നിൽക്കട്ടോ. അപ്പോൾ ശ്രുതി അങ്ങ് ചെന്ന് ബെഡിൽ അങ്ങ് ഇരിക്കും. ഞാൻ അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പോൾ അശ്വിൻ അത് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ എൻ്റെ ശ്വാസത്തേക്കാൾ ഹൃദയം മിടിക്കും എന്നുള്ള കാര്യം.
അപ്പോൾ അശ്വിൻ ശ്രുതിയോട് പറയുന്നത് ഏയ് എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, നിനക്ക് എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ശ്രുതി അശ്വിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസം ഒന്നാവുമ്പോഴാണ് ആ ഹൃദയം ഒരുപോലെ മിടിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ല, ഓർക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാ എന്ന് പറയുമ്പോഴേക്കും അശ്വിന് ദേഷ്യം പിടിക്കാട്ടോ. എന്നിട്ട് വാഷ്റൂമിലേക്ക് പോവാണ്. ഒപ്പം തന്നെ ശ്രുതി ഓടി ചെല്ലുട്ടോ. എന്നിട്ട് ആ വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നില്ലേ. അപ്പൊ അശ്വിൻ പറയും ഞാൻ ആദ്യം പോവാം. പറ്റില്ല, എനിക്ക് പോണം. ശ്രുതി ഇത് എന്റെ വീടാ, എന്റെ റൂം, അതുകൊണ്ടെന്താ നിങ്ങൾക്കുള്ള അതേ അധികാരം എനിക്കുണ്ട്, കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ആയിക്കോട്ടെ ഞാൻ ആദ്യം പോകും. പറ്റില്ല, ഞാൻ ആദ്യം പോകും. ദേ ശ്രുതി, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ, എനിക്കും അത് തന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ആ വാതിൽ അങ്ങോട്ട് തള്ളു ഇങ്ങോട്ട് തള്ളു അങ്ങനെ നിൽക്കാട്ടോ. ലാസ്റ്റ് ശ്രുതി അങ്ങ് വിട്ടുകൊടുക്കാണ്. അങ്ങനെ അശ്വിൻ ഉള്ളിൽ കയറി കഥ കടക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ചിരിച്ച് നിൽക്കാട്ടോ. പിന്നീട് നമ്മുടെ ശ്യാമാണെങ്കിൽ അഞ്ജലിയെ ചെന്ന് കെട്ടിപ്പിടിക്കാട്ടോ. എന്താ ശ്യാമേട്ടാ, നിങ്ങളും ഡ്രിങ്ക്സ് കഴിച്ചോ? അത് ഞാൻ കഴിക്കും എൻ്റെ രാജകുമാരി, ഞാൻ കഴിച്ചത് സംഭാരല്ലേ. അല്ല, എന്താ പതിവില്ലാത്തൊരു സ്നേഹം? അത് പിന്നെ പലരുടെയും തനി നിറം പുറത്തു വന്നില്ലേ. അശ്വിന്റെയും ശ്രുതിയുടെയും കാര്യമാണോ പറഞ്ഞത്? എൻ്റെ ശ്യാമേട്ടാ, കുഞ്ഞനിങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കും, ഹോളി ആഘോഷിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ രാജകുമാരി നീ സ്വപ്നത്തെ വിചാരിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ? ഏയ് ഒന്നില്ല എന്ന് പറയുമ്പോൾ, അതല്ല എന്തോ ഉണ്ട്, എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കയ്യിൽ വെച്ചിട്ടാ ശ്യാമേട്ടൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ശ്യാം പറയുന്നുണ്ട് ഇനി വേണ്ടത് അശ്വിനെയും ശ്രുതിയും അകറ്റാനുള്ള ആക്ഷൻ പ്ലാനാണ്, ഇതിന്റെ സമയം തുടങ്ങി കഴിഞ്ഞു എന്ന് പറയണേ. തുടർന്ന് നമ്മുടെ മനോരമ റൂമിൽ ഇങ്ങനെ നടക്കുമായിരിക്കും. അപ്പോൾ പ്രീതി വരുന്നത് കണ്ടിട്ട് ഓടി ചെന്ന് കിടക്കാണ്. ആൻറ്റി ഇതാ ലെമൺ ജ്യൂസ്. വാട്ട്, ലെമൺ ജ്യൂസോ? ഞാൻ നിന്നോട് പറഞ്ഞ ഓറഞ്ച് ജ്യൂസ് അല്ലേ? അല്ല ആൻറ്റി, ആൻറ്റി ആദ്യം പറഞ്ഞത് ലെമൺ ജ്യൂസ് എന്നാ. നീ മര്യാദയ്ക്ക് കേൾക്കാഞ്ഞിട്ടാ? നീ എനിക്ക് ഓറഞ്ച് ജ്യൂസ് തരില്ലെന്നാണോ, അതോ നീ കൊണ്ടുവന്നതുകൊണ്ട് ഇതന്നെ കുടിച്ചോളണം എന്നാണോ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് ഞാൻ എപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണേ. അപ്പോൾ തന്നെ നമ്മുടെ മനോരമ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ മൈ ഗോഡ്, ഇവൾക്ക് എന്നോടാണ് ഈ കളി, ഇവളെ ഞാനൊരു 10-15 പ്രാവശ്യം നടത്തിക്കും എന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രീതി ഓറഞ്ച് ജ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ആൻറ്റി ഇതിൽ മധുരം ഓക്കെ അല്ലേ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് മനോരമ കുടിക്കുമ്പോൾ ഇതിൽ എന്തിനാടി ഇത്ര ചവർപ്പ്? അത് പിന്നെ ആൻറ്റി ഇനി കൊണ്ടുവന്ന് പോയില്ലേ, ഞാൻ കുടിച്ചോളാം. എന്ത് തലവേദനയെന്നറിയാം എനിക്ക്. നീ പോയി ആ മെഡിസിൻ ബോക്സ് ഇങ്ങ് എടുത്തു വാ. അത് മെഡിസിൻ ബോക്സ് എന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെയല്ലേ ജീവിക്കുന്നത്, പോയി മെഡിസിൻ ബോക്സ് എടുത്തിട്ട് വാടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി പോയിട്ട് മെഡിസിൻ എടുത്ത് വെക്കുന്നുണ്ട്. അയ്യോ വെള്ളം എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അവിടേക്ക് അശ്വിൻ വന്നിട്ട് അശ്വിൻ്റെ ടാബ്ലറ്റ് എടുത്ത് മേശയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആ സമയം തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ മെഡിസിൻ ഉള്ളത് ശ്രദ്ധിക്കാതെ അശ്വിൻ മനോരമയ്ക്ക് എടുത്ത് വെച്ച ആ ഒരു മെഡിസിൻ എടുത്തിട്ട് പോവാട്ടോ. ആ സമയം തന്നെ പ്രീതി വന്നിട്ട് ശ്രദ്ധിക്കാതെ അശ്വിൻ്റെ മെഡിസിനും എടുത്തിട്ട് മനോരമയുടെ റൂമിലേക്ക് പോകുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.